അട്ടിയായ എയർപോർട്ടിൽ നിന്നും നമ്മൾ നേരെ അട്ടിയായ നൈറ്റ് മാർക്കറ്റിലേക്ക് പോവാണ്. റൂമെടുത്ത് താമസിക്കാനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. കാരണം ഏതൊരു വലിയ നഗരത്തിലാണെങ്കിലും അവിടുത്തെ നൈറ്റ് മാർക്കറ്റ് അടിപൊളിയാണ്. അത് റൂമെടുത്ത് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് മിസ്സാവും. അപ്പോൾ ഞാൻ വേറെ എങ്ങും വൈകില്ല, നേരെ എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി വിളിച്ച് നേരെ ഹട്ടിയായി നൈറ്റ് മാർക്കറ്റിലേക്ക്. സൗത്ത് തായ്ലാൻഡിലാണ് ഹട്ടിയായി. സാധാരണ തായ്ലൻഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ബാങ്കോക്കും പട്ടായയാണ് ഓർമ്മ വരിക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബാങ്കോക്കും പട്ടായയാണ് പോയത്. അപ്പോൾ ഈ പ്രാവശ്യം എന്താണ് തായ്ലൻഡിൻ്റെ ബാക്കി ഭാഗങ്ങളിലൊക്കെ ഉള്ളത്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ മലയാളികളൊന്നും അധികാരവും കേട്ട് പരിചയം ഉണ്ടാവില്ല തായ്ലൻഡിലെ ഈ സ്ഥലത്തിനെ പറ്റി. അതുകൊണ്ട് നേരെ സൗത്ത് തായ്ലാൻഡ്, മലേഷ്യൻ്റെയും ലങ്കാവിൻ്റെയും ഒക്കെ അടുത്തായിട്ട് ബോർഡറിലായിട്ട് വരുന്ന ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഹട്ടിയായി. ഹഞ്ഞായി എന്നാണ് പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ പറയൽ. നമ്മുടെ നോർത്ത് തായ്ലാൻഡിനെ അപേക്ഷിച്ചിട്ട് ടൂറിസ്റ്റുകൾ ഇവിടെ ഭാഗത്തേക്ക് വളരെ കുറവാണ്. സാധാ ലോക്കൽ ആൾക്കാരെ കച്ചവടമാണ് ഇവിടെ അധികവും കിട്ടുന്നത്. ടൂറിസ്റ്റ് ഉണ്ട്, പക്ഷേ വളരെ കുറവാണ്. നോർത്തിനെ അപേക്ഷിച്ചിട്ട് സൗത്ത് ഏരിയയിലേക്ക് വളരെ കുറവാണ് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത്, പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നത്. ഫുഡ് ഐറ്റംസിനൊക്കെ നമ്മളെ നാട്ടിലത്തേനെ അപേക്ഷിച്ചിട്ട് വില കൂടുതലാണെങ്കിലും ഇവർ പറ്റിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാ ഫുഡിൻ്റെ നേരെ ഓല് വിൽക്കുന്ന സാധനത്തിൻ്റെ പിന്നെ തൂക്കവും പ്രൈസും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഷവർമ, ഷവായ എല്ലാ സാധനങ്ങളും ഇവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ ഷവർമയിലൊക്കെ നാട്ടിൽ അത്ര തന്നെ പച്ചക്കറി വെട്ടി ഇവിടെ കൂട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ 300, 500 എന്നൊക്കെ നമ്മൾ ബാത്ത് കാണുമ്പോൾ അത് ഇൻറ്റു 2.5 എന്ന് കൂട്ടിക്കഴിഞ്ഞാലേ നമ്മളെ നാട്ടിലെ പ്രൈസിനോട് നമുക്ക് കമ്പയർ ചെയ്ത് കിട്ടാൻ പറ്റും. കാരണം ഒരു ബാത്തിന് നമ്മൾ പിന്നെ 2 രൂപ 50 പൈസയും കൊടുക്കണം. പിന്നുള്ളത് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ വാങ്ങി വീട്ടിലേക്കും കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതാണ്. നമ്മളുടെ സൗത്ത് നിന്ന് തുടങ്ങി പിന്നെ മിഡിൽ തായ്ലാൻഡ് വരെ നമ്മളെ യാത്ര പോകുന്നുണ്ട്. ഇപ്രാവശ്യം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധികം സാധനങ്ങളൊന്നും ഇപ്പോഴേ വാങ്ങിച്ച് കൂട്ടുന്നില്ല. കാരണം നമുക്കിതും വലിച്ചു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കണക്കിലെടുത്തിട്ട് ഒന്നും വാങ്ങിച്ച് കൂട്ടുന്നില്ല. നമ്മൾ ഫുഡൊക്കെ അത്യാവശ്യം പിന്നെ നല്ല നാട്ടിൽ കിട്ടാത്ത ഐറ്റംസൊക്കെ ഇവിടുന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പുലർച്ചെ വൈകുന്നേരം 5 മണിക്ക് തുടങ്ങിയിട്ട് പുലർച്ചെ വരെ ഇവിടെ കച്ചവടങ്ങൾ ഉണ്ടാവും. രാവിലെ ആയി കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി. കാരണം വലിയ വലിയ ഹോട്ടലുകളും ഷോപ്പുകളൊക്കെ തുറക്കും. അപ്പോൾ ഇവരിതൊക്കെ പാക്ക് ചെയ്തിട്ട് പിന്നെ വീട്ടിൽ പോകും. വൈകുന്നേരം പിന്നെ 5 മണിയാകുമ്പോൾ വന്നിട്ട് വീണ്ടും വലിയ വ്യാപാരങ്ങൾ തുടങ്ങും. അപ്പോൾ നൈറ്റ് മാർക്കറ്റ് നമ്മൾ രാത്രി കണ്ട ആ ഒരു സംഭവം രാവിലെ ഉണ്ടാവുകയില്ല. രാവിലെ വേറെ തന്നെ ഒരു ലോകം. ഇന്നലെ രാത്രി കണ്ട സ്ഥലമാണോ നമ്മൾ ഈ കാണുന്നത് എന്ന് വിചാരിക്കും. കാരണം അത്രയും ആളും തിരക്കും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. പിന്നെ സാധനങ്ങളൊക്കെ ഒരിടത്ത് വെച്ച് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത കോലത്തിൽ രാവിലത്തേക്ക് ആക്കിയിട്ട് മാറ്റും. നമ്മളെ നാട്ടിൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്.